viewers, welcome back to Xylem Learning. Shweta Miss ആണ്. അപ്പോൾ ചതുരക്കണക്കുകൾ അഥവാ റെക്ടാംഗിൾ മാത്ത് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം പറഞ്ഞു തരാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. മക്കളെ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഇങ്ങനെ ഫിഗർ തന്നിട്ട് നിങ്ങളോട് പെരിമീറ്ററും അതേപോലെ ഏരിയയും കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് ഈ ഒരു ചിത്രം തന്നിട്ട് അതിന്റെ ചുറ്റളവും അതേപോലെ പരപ്പളവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായാലും നിങ്ങൾ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ. മക്കളെ നോക്കിക്കേടാ, ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് തന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈശ്വര ഇത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെയാണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. മക്കളെ ഏതൊരു ഫിഗർ തന്നു കഴിഞ്ഞാലും അതിനെ നമുക്ക് വേറൊരു ഷേപ്പ് ആക്കി മാറ്റാനുള്ള ചാൻസസ് എന്തായാലും ആ ഫിഗറിൽ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കുക ഇതെന്താണ്. ഇതൊരു സമചതുരമാണ് അഥവാ ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ അല്ലെ. സൈഡ് ഇൻറ്റു സൈഡ്, വശങ്ങളെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കിട്ടും. അപ്പൊ ഇവിടെ ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലെ, ഏരിയ 1 സ്ക്വയർ ഏരിയ, ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 2 into 2 that is equal to 4 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ 4 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് കിട്ടി. അപ്പൊ എത്ര സ്ക്വയറുകളാണുള്ളത്? ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്ക്വയറിന്റെ ഏരിയയോട് ബാക്കി എത്ര സ്ക്വയറുകളാണുള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. എത്ര സ്ക്വയറുകളാണുള്ളത്? ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5 അല്ലേ. ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉള്ളത്? 1, 2, 3, 4, 5. 5 സ്ക്വയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 into 4 that is equal to 20 സ്ക്വയർ സെന്റിമീറ്റർ. 20 ചതുരശ്ര സെന്റിമീറ്റർ ആണ് നമ്മുടെ ഏരിയ എന്ന് കിട്ടും. ഇനി കഴിഞ്ഞില്ല, നമുക്ക് പെരിമീറ്ററും കൂടെ കണ്ടുപിടിക്കണം അഥവാ ചുറ്റളവ്. പെരിമീറ്റർ അഥവാ ചുറ്റളവ് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എത്ര 2കൾ ഉണ്ട്? ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 12 2 സെന്റിമീറ്ററുകൾ ഉണ്ട് അല്ലെ. 12 2 സെന്റിമീറ്ററുകൾ എന്ന് പറയുമ്പോൾ 12 into 2 that is equal to 24 സെന്റിമീറ്റർ അഥവാ 24 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ തന്നിരിക്കുന്ന ചിത്രങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചിത്രങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ചച്ചാ ബൈ.